നമസ്കാരം. KFCയിലെ പാർട്ടി ബന്ധുക്കളുടെ കമ്മീഷൻ ഇടപാടാണ് RCFL നിക്ഷേപത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ അറിവോടെയാണ് ഇത് നടന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. കോഴിക്കോട് CPM വനിതാ നേതാവിന്റെ മകനാണ് ഈ ഇടപാടിന് പിന്നിലെന്ന് മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാദം രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം. കരുതൽ ധനം സൂക്ഷിക്കണമെന്ന വ്യവസ്ഥ ലംഘിച്ചാണ് നിക്ഷേപം നടത്തിയത്. സെബിയുടെ ഗ്യാരണ്ടി ഇല്ലെന്ന് നിക്ഷേപം സ്വീകരിച്ച കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ തന്നെ പറയുന്നുണ്ടെന്നും സതീശൻ പറഞ്ഞു. ഫെഡറൽ ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന കരുതൽ ധനമാണ് അനിൽ അംബാനിയുടെ മുങ്ങിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ KFC നിക്ഷേപിച്ചത്. വെറും 0.21% പലിശ വ്യത്യാസത്തിലാണ് നിക്ഷേപം നടത്തിയത്. കാലാവധി തീരുന്നതിന് മുൻപ് ഫെഡറൽ ബാങ്ക് നിക്ഷേപം പിൻവലിച്ചതുകൊണ്ട് 20 ലക്ഷം അവിടെയും നഷ്ടമായി. ഇതിനൊക്കെ ഇപ്പോഴത്തെ ധനമന്ത്രിയും മുൻ ധനമന്ത്രിയും മറുപടി പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഏതാണ്ട് 100 കോടിക്കടുത്ത രൂപയാണ് ഇതിലൂടെ ഖജനാവിന് നഷ്ടമായത്. ആരോപണമായി സതീശൻ എത്തിയതിന് പിന്നാലെ മറുപടിയുമായി തോമസ് ഐസക് എത്തിയിരുന്നു. എന്നാൽ കൂടുതൽ രേഖകൾ വന്ന ശേഷം ഐസക് പ്രതികരണത്തിനെത്തിയിട്ടില്ല. നിക്ഷേപ തീരുമാന നിയമം അനുസരിച്ചും ബോർഡിന്റെ അംഗീകാരത്തോടെയുമാണെന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വാദം പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. നിക്ഷേപ സമാഹരണത്തിനുള്ള 2016 ബോർഡിന്റെ തീരുമാനം നടപ്പാക്കാനായി 2018 അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിച്ചു എന്നാണ് KFC വിശദീകരിക്കുന്നത്. അംബാനിയുടെ കമ്പനിയിൽ തന്നെ നിക്ഷേപിക്കാൻ KFC ബോർഡ് തീരുമാനിച്ചിരുന്നില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. 2016 ഏപ്രിൽ 1 RCL എന്ന കമ്പനിയിൽ നിന്ന് RCFL രൂപീകരിച്ചത്. 2016 ജൂണിൽ KFC എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതേ വർഷം ഏപ്രിലിൽ തുടങ്ങിയ 2 മാസം മാത്രം പ്രായമായ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയതെന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതാണ് സതീശന്റെ ചോദ്യം. KFC നിക്ഷേപം നടത്തിയതിനു ശേഷമാണ് റേറ്റിംഗ് ഏജൻസികൾ ക്രെഡിറ്റ് വാച്ച് നൽകിയതെന്നും 2018 ജൂണിന് ശേഷമാണ് അംബാനിയുടെ സ്ഥാപനം തകരാൻ തുടങ്ങിയതെന്നുമുള്ള വാദവും വസ്തുതാവിരുദ്ധമാണ്. RCFL നിക്ഷേപിക്കുന്നതിന് 2 മാസം മുൻപ് കെയർ റേറ്റിംഗ് ഏജൻസി ഇറക്കിയ പത്രക്കുറിപ്പിൽ RCFL പ്രതിസന്ധിയിലാകുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം കമ്മീഷന് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ട് വസ്തുതാവിരുദ്ധമായി വിശദീകരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് KFC മാനേജ്മെന്റും രംഗത്ത് വന്നിരുന്നു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും KFCയുടെ നിക്ഷേപ തീരുമാനങ്ങളെല്ലാം KFC ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടെയാണെന്നും മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. RBIയുടെയും സെബിയുടെയും അംഗീകാരമുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിയതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. നിക്ഷേപിച്ച മുഴുവൻ തുകയും തിരികെ ലഭിക്കാനായി മുംബൈ ഹൈക്കോടതിയിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെ ഖണ്ഡിച്ചാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്ത് വരുന്നത്. വാർത്താക്കുറിപ്പിൽ KFC മാനേജ്മെന്റ് പറഞ്ഞതിലെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. KFCയുടെ നിക്ഷേപ തീരുമാനങ്ങളെല്ലാം KFC ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടെയും കേന്ദ്ര നിയമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടത്തിയത്. 2016 ജൂൺ 28 ചേർന്ന ബോർഡ് യോഗം 250 കോടി രൂപ അധികം ധനസമാഹരണം നടത്താൻ തീരുമാനിച്ചു. പ്രവർത്തന മൂലധനം ഉയർത്താനായിരുന്നു ഇത്. ഈ തുക പണവിപണിയിൽ നിന്ന് സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു. കമ്പനിയുടെ അന്ന് ഉണ്ടായിരുന്ന റേറ്റിംഗ് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോർഡ് തീരുമാനം. എന്നാൽ നിഷ്ക്രിയ ആസ്തി ഉയർന്നതുകൊണ്ട് ആ വർഷം ഈ തീരുമാനം സാധ്യമായില്ല. തുടർന്ന് 2017 ജൂലൈ 3 ബോർഡ് യോഗം ചേർന്ന ക്രെഡിറ്റ് റേറ്റിംഗ് AA എന്നതിലേക്ക് ഉയർത്താനും വിപണിയിൽ നിന്ന് 500 കോടി രൂപ സമാഹരിക്കാനും MDF ചുമതലപ്പെടുത്തി. RBI സെബി അംഗീകൃത ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് AA+ റേറ്റിംഗ് ഉള്ള RCFLൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചത്. അന്ന് വിപണിയിലുണ്ടായിരുന്ന ഏറ്റവും മികച്ച നിരക്കായ 9.10% വരുമാനം പരിഗണിച്ചായിരുന്നു തീരുമാനം. ഈ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നത് നഷ്ടസാധ്യത കുറയ്ക്കുമെന്നതും പരിഗണിച്ചിരുന്നു. 2017-18 ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടേതുമായി 10,000 കോടി രൂപ RCFLൽ നിക്ഷേപം ഉണ്ടായിരുന്നു. ആ സ്ഥാപനം പ്രതിസന്ധിയിലാകുന്നതിന് മുൻപ് വായ്പകളുടെ തിരിച്ചടവ് കൃത്യമായിരുന്നു. RCFLന്റെ മാതൃകമ്പനിയായ റിലയൻസ് ക്യാപിറ്റലിന്റെ വായ്പാ മൂലധന അനുപാതം മികച്ചതായിരുന്നു. KFCയുടെ മികച്ച പ്രവർത്തന മുന്നേറ്റത്തെ തകർക്കുന്ന പ്രചാരണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും KFC മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു.